നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷൻ റിലീസാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഷോർട്ട് നോട്ടീസ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ അവർ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ റിലീസാക്കി കഴിഞ്ഞു. അതായത് മിനിമം 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷനാണ്. യൂണിഫോം ജോലിയല്ല, സിവിലിയൻ ജോബാണ് എയർഫോഴ്സിൽ കിട്ടാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷ അയക്കുന്ന പ്രൊസീജിയർ ഇന്ന് വൈകുന്നേരം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അയയ്ക്കുക. കാരണം ഇത് ഓൺലൈൻ വഴിയല്ല, തപാൽ വഴി, ഓഫ്ലൈൻ വഴി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം, എൻവലപ്പ് കവറ്, പിന്നെ സിഗ്നേച്ചർ, ഫോട്ടോ, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. വൈകുന്നേരം വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് മുഴുവനായിട്ടും പരിശോധിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എയർഫോഴ്സിലേക്കാണ്, ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷനാണ്. മൊത്തം 4 പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് വാക്കൻസികൾ. വെസ്റ്റ് ബംഗാൾ, ആസാം, ഹരിയാന, അതുപോലെ ന്യൂഡൽഹി. ഈ 4 പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. ഏതെങ്കിലും ഒരു പോസ്റ്റൽ അഡ്രസ്സ് നോക്കുക, അതിനുശേഷം അതിലേക്ക് അപേക്ഷ അയക്കണം. പോസ്റ്റുകൾ, ഓരോ പോസ്റ്റുകൾ ഞാൻ വായിക്കാം. LD ക്ലർക്ക് വന്നിട്ടുണ്ട്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, മെസ് സ്റ്റാഫ് തുടങ്ങി ധാരാളം പോസ്റ്റുകൾ ഇവിടെ കാണാം. മൊത്തം 148 ഒഴിവാണ്. അതിൽ 75 ഒഴിവ് ജനറൽ, 29 OBC, 26 SC, 7 ST, 11 EWS, 5 വേക്കൻസി PWBD, അതായത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 5 വേക്കൻസിയും 12 വേക്കൻസി എക്സ് സർവീസ്മാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേക്കൻസി ടെൻറ്റേറ്റീവാണ്, കൂടാനും ചാൻസ് ഉണ്ട്. ഏജ് ലിമിറ്റ് കാണാം, 18 to 25 ജനറൽ. ഇനി OBC ആണെങ്കിൽ 28 വരെ അപേക്ഷ അയക്കാം. SC ST വിഭാഗക്കാരാണെങ്കിൽ 30 വരെയും അപേക്ഷ അയക്കാം. 10 വർഷം വരെ PWBD, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയവർക്ക് 10 വർഷം വരെ ഇളവും കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ എംപ്ലോയി ആണെങ്കിൽ, ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ 40 വയസ്സ് വരെ ജനറൽ, 45 വയസ്സ് വരെ SC ST കാർക്കും അപേക്ഷ അയക്കാൻ പറ്റും. ഇനി ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. LD ക്ലർക്കിലേക്ക് +2 മാത്രം മതി. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും, ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. +2 ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം. ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നത് 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിലോ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം. ഹിന്ദി ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് നമുക്ക് ആവശ്യം വരുന്നില്ല, അത് നോക്കണ്ട. പിന്നെ സ്റ്റോർ കീപ്പർ കാണാം, +2 യോഗ്യതയാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടും, ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ്. അതിലേക്ക് മെട്രിക്കുലേഷൻ പാസ്, 10ാം ക്ലാസ്സാണ് യോഗ്യത. അതിൻ്റെ കൂടെ സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് ഹെവി വെഹിക്കിൾ ലൈസൻസ്, 2 ലൈസൻസും വേണം. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടാവണം. നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം നോളജ് ഉണ്ടാവണം. 2 വർഷത്തെ എക്സ്പീരിയൻസ്, മോട്ടോർ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്, ലൈസൻസ്, മോട്ടോർ മെക്കാനിസം അറിയുക, എക്സ്പീരിയൻസും വേണം. കുക്ക് ഓർഡിനറി ഗ്രേഡിലേക്ക് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ, കാറ്ററിങ്ങിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം. പെയിൻറ്ററിലേക്ക് 10ാം ക്ലാസ് മതി. പെയിൻറ്റർ ട്രേഡിൽ IT ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം. 10ാം ക്ലാസ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും. കാർപ്പൻ്ററിലേക്ക് 10ാം ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർപ്പൻ്റർ ട്രേഡിൽ IT ഉണ്ടായാൽ മതി. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് മതി. ലൗണ്ടറി മാനിലേക്ക് 10ാം ക്ലാസ് മതി. ഡിസൈറബിളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടും, ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം. മെസ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് മതി. ഇതിലേക്കും പ്രിഫറൻസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് മതി. ഇതിലേക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കും. വോൾക്കനൈസറിലേക്ക് 10ാം ക്ലാസ് മതി. ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ പറയുന്നത്, ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കും. നിങ്ങൾ ഇവിടുന്ന് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അവർ ക്വാളിഫിക്കേഷനും പിന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യും. റിട്ടൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ. ഓൾറെഡി നമ്മൾ ഇവിടുന്ന് അഡ്മിറ്റ് കാർഡ് അയക്കുന്നുണ്ട്. ആ ഒരു അഡ്മിറ്റ് കാർഡാണ് അവർ നമുക്ക് തിരിച്ചയച്ചു തരിക. അതിലാണ് ഡേറ്റും വെന്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ LD ക്ലർക്ക് ആണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് ആണ് സിലബസ് ആയിട്ട് പറയുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ലോണ്ടറി മാൻ, മെസ് സ്റ്റാഫ്, വോൾക്കനൈസർ പോസ്റ്റുകളിലേക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ആണ് സിലബസ്.
ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും സെയിം സിലബസ് തന്നെയാണ്. ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് പ്രത്യേകത. ബാക്കിയെല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസബിൾ ആണ്. ഇംഗ്ലീഷ് ആയിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. എക്സാമിന് 100% വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട്. സ്കിൽ ടെസ്റ്റിന് ക്വാളിഫയിങ് ഓൺലിയാണ്, അതായത് മാർക്ക് ഉണ്ടാവില്ല, നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. അപ്പോൾ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റും കാര്യങ്ങളൊക്കെ ഇടുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് വൈകുന്നേരം വരും. അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയച്ചാൽ മതി. തെറ്റ് വരുത്തി വെക്കേണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് കുറവ് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല. നിങ്ങൾ അയക്കുമ്പോൾ സ്റ്റാമ്പിൻ്റെ ഫീസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. മൊത്തം 148 ഒഴിവ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ അയക്കാം. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. 53 ഒഴിവ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വയ്ക്കുക. SC ST OBC EWS ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, ഡിസ്ചാർജ് ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ കയ്യിൽ വയ്ക്കുക. പിന്നെ സ്റ്റാമ്പ് വാങ്ങണം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻവലപ്പ് കവർ വേണം. എൻവലപ്പ് കവറിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതി ഏത് പോസ്റ്റാണ് അപേക്ഷ അയക്കുന്നത് അത് എഴുതുക. അതിനുശേഷം ആൻഡ് കാറ്റഗറി, ഏത് കാറ്റഗറിയാണോ നിങ്ങൾ അതും എഴുതണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെച്ചോളൂ. വൈകുന്നേരം ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ നിങ്ങൾ 2 പേജാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ പേജിൽ നിങ്ങളിവിടെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഇവിടെ ഒട്ടിക്കണം. അതായത് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. പോസ്റ്റ് അപ്ലൈഡ് ഫോർ, ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഏത് പോസ്റ്റാണോ അത് എഴുതുക. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് എഴുതണം. അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് കണക്കാക്കുന്ന കാര്യങ്ങൾ എഴുതണം. പെർമനൻറ്റ് അഡ്രസ്സ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളായിരിക്കണം. പിന്നെ അക്നോളജ്മെൻറ്റ് കാർഡ്, ഇതാണ് ഞാൻ പറഞ്ഞ അഡ്മിറ്റ് കാർഡ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ അതുപോലെ പേര്, അച്ഛൻ്റെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വൈകുന്നേരം വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക. വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് പരമാവധി എല്ലാ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണം. നല്ലൊരു അവസരമാണ്. 10ാം ക്ലാസ് മാത്രം മതി. സിവിൽ ജോബാണ്. വീണ്ടും പറയുന്നത് യൂണിഫോം പോസ്റ്റ് അല്ല, എയർഫോഴ്സിലേക്കാണ്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് മൊത്തം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി, പ്രോപ്പറായിട്ട് യൂണിഫോം ജോബിൻ്റെയും സിവിൽ ജോബിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ കിട്ടാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.